പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്താവിശേഷങ്ങളിലൂടെ സുന്നി ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ യാത്രയായി. തങ്ങളുടെ ആകസ്മിക വിയോഗം ഞെട്ടലോടെയാണ് സുന്നി ലോകം കാതോർത്തത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ വിടവാങ്ങിയത്. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC ചെയർമാനും കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും കാരന്തൂർ മർക്കസ് വൈസ് പ്രസിഡന്റും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ സുന്നി കേരളത്തിന്റെ ആത്മീയ ശോഭയായിരുന്നു. ആയിരങ്ങൾക്ക് ആശ്വാസമേകി കൊടുവള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ചികിത്സാമുറകൾക്ക് ശേഷം കരുമ്പൊയിലിൽ ഹൂബ് റസൂൽ പരിപാടിയിൽ അരമണിക്കൂറോളം സമസ്തയുടെയും മടവൂർ CM വലുല്ലാഹിയുമായുള്ള അനുഭവങ്ങളും പങ്കുവച്ച് നടത്തിയ പ്രഭാഷണം തങ്ങളുടെ വിടവാങ്ങൽ പ്രഭാഷണമായിരുന്നു. ശേഷം വീട്ടിലേക്ക് മടങ്ങിയ തങ്ങളുടെ വിയോഗവാർത്തയാണ് ഏവരെയും തേടിയെത്തിയത്. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സുപ്രീം കൌൺസിൽ അംഗം, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് തുടങ്ങി നിരവധി പദവികൾ വഹിച്ചുവരുന്ന തങ്ങളെ കഴിഞ്ഞ ദിവസം മർക്കസ് 40ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനായും തിരഞ്ഞെടുത്തിരുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായ തങ്ങളുപ്പാപ്പയുടെ വിയോഗവാർത്തയറിഞ്ഞ് ആയിരങ്ങളാണ് വൈലത്തൂരിലെ വസതിയിലേക്ക് ഒഴുകിയെത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ആരംഭിച്ച ജനാസ നിസ്കാരം സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ നിരവധി തവണകളിലായി നടന്നു. ആദ്യ ജനാസ നിസ്കാരത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളുടെ പരമ്പരയിൽ കവരത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി വര്യനും ഷേഖുമായ സയ്യിദ് ഖാസിം വലുല്ലാഹിയുടെ 5ാമത്തെ പേരമകനാണ് തങ്ങൾ. ബുഖാറയിൽ നിന്ന് കേരളത്തിലെത്തിയ പ്രവാചക കുടുംബ പരമ്പരയിലെ പ്രമുഖ സയ്യിദുമാരാണ് ബുഖാരി സാദാത്തുകൾ. ഈ ശ്രേണിയിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്നു വൈലത്തൂർ തങ്ങൾ. 2014 വിശുദ്ധ കഅബാലയം കഴുകുന്ന ചടങ്ങിൽ ലോക നേതാക്കൾക്കൊപ്പം തങ്ങൾ സംബന്ധിച്ചിരുന്നു. ആത്മീയ ചികിത്സയടക്കം വിശ്വാസികളുടെ നിരവധി പ്രശ്നങ്ങളിൽ അത്താണിയായിരുന്നു തങ്ങൾ. വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങളുടെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ മേഖലയിൽ ഒരിക്കൽ നികത്താനാവാത്ത വിടവാണ് സയ്യിദ് യൂസുഫുൽ ജിലാനി മഹാനവറുകളുടെ വിയോഗം. യഥാർത്ഥ നേതൃത്വം അനുയായികളുടെ വേദനകളും വ്യാധികളും മറിഞ്ഞ് പ്രതിസന്ധിയിലും കട്ടപ്പാടുകളിലും ആഭ്യന്തരം അവർക്ക് കൂടെ നിന്ന് ഊർജവും ആവേശവും നൽകി അവരെ ഉന്നതിയിലും പുരോഗതിയിലും എത്തിക്കുക എന്നത് പ്രിയപ്പെട്ട ആദരണീയ തങ്ങളുപ്പാപ്പയുടെ പ്രത്യേകതയാണ്. മതിൽ സംഗോപനത്തിന്റെ സമയത്ത് ശക്തമായ മഴ ചാരത്തിൽ അടിച്ച് മഴ ഉയർന്ന രംഗത്ത് മഹാനവരോട് വിഷയം പറഞ്ഞപ്പോൾ മഴ വേണ്ട. അങ്ങനെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മഹാനവറുകൾ ഒരു താങ്ങും തല്ലുമായിരുന്നു. മഹാനവറുകൾ എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും നേരത്തെ എത്തുകയും ആ പരിപാടി വിജയിപ്പിക്കുന്നതുവരെ കൂടെ നിൽക്കുകയും അതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് മഹാനവരുടെ പ്രത്യേകതയാണ്. മലപ്പുറം സ്വലാത്തിനകളിൽ നടക്കുന്ന 27ാം വാർഷിക മഹാസമ്മേളനത്തിന് നേതൃത്വം നൽകാൻ സദാസമയത്തും മഹാനവറുകൾ എത്തുക മാത്രമല്ല, ഓരോ വേദികൾക്കും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് വിഷയങ്ങൾ ഒന്നൊന്നായി വിളിച്ചു വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അത് കഴിഞ്ഞ് അവലോകനം നടത്തിയും അങ്ങനെ കൂടെ നിന്ന മഹാനുഭാവന് പകരം നൽകാൻ ദ്വാരമല്ലാതെ മറ്റൊന്നും നമുക്കില്ല. അർഹമുറാസിമാറബ് അവരുടെ അതിന് ഉയർത്തിക്കൊടുക്കുന്നതല്ല. അവർ ഞങ്ങൾ ഇന്ന് ജനത്തിനായി നിർമ്മിച്ചു കിട്ടുകയല്ല. അവരുടെ ഇത് മക്കൾ, ഒരു മക്കൾ, വേറെ മക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, സ്ഥാപന ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ക്ഷമയും സമാധാനം നൽകണമല്ല. അവർ ഞങ്ങൾ ഇന്ന് സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടുകയല്ല. ഈ ബ്രഹ്മത്തിക്ക് 6 വർഷത്തിലധികമായി KMICയുടെ ചെയർമാൻ പദവിയിലിരുന്ന സയ്യിദ് വൈലത്തൂർ KMICയുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു. തങ്ങൾക്ക് പ്രിയപ്പെട്ട സംരംഭമായിരുന്നു KMIC. തങ്ങളുടെ ഭാഷയിൽ മലബാർ സുന്നി ഓൺലൈൻ. വിശുദ്ധ മക്കയിൽ നിന്നുള്ള തങ്ങളുടെ വാക്കുകൾ കേൾക്കാം. സുന്നി മലബാർ ഓൺലൈൻ അതിന്റെ പ്രവർത്തനം ലോകവ്യാപകമായതോടുകൂടെ മക്കയിലും മദീനയിലും വാർത്ത സ്വീകരിക്കാൻ ഓരോന്നിന്റെയും തക്ക സമയത്ത്
മലബാർ സുന്നി ഓൺലൈൻ പ്രവർത്തകർ എത്തുന്നതാണ് മറ്റൊരത്ഭുതം. ജീവൻ ഹനിക്കപ്പെടാവുന്ന രൂപത്തിൽ നടക്കുന്ന പട്ടാളത്തിന്റെയും പോലീസിന്റെയും ജനങ്ങളുടെയും കടുത്ത തിക്കിൽ വരെ അവർ വാർത്തകൾ സ്വീകരിക്കാൻ, അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ മലബാർ സുന്നി ഓൺലൈനോട് കിടപിടിക്കുന്ന മറ്റൊരു ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മാധ്യമം എനിക്ക് ഓർമ്മയിലില്ല. KMIC കൺവീനർ നാസിറുദ്ദീൻ അൻവരിയുടെ അനുശോചന സന്ദേശം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങളവറുകൾ നമ്മോട് വിട പറഞ്ഞു. സുന്നി കൈരളിയുടെ മതസാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന, പ്രത്യേകിച്ച് ആത്മീയ സദസ്സുകളിൽ നിറസാന്നിധ്യമായിരുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ സയ്യിദ് അവറുകൾ. മഹാനവറുകളുടെ വിയോഗം സുന്നി പ്രസ്ഥാനത്തിന് ഒരു തീരാനഷ്ടമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. നമ്മുടെ പ്രസ്ഥാനം നിർണായകമായ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴൊക്കെ മഹാന്മാരായ പണ്ഡിത നേതൃത്വത്തിന് ധീരമായ നേതൃത്വം നൽകി അവർക്ക് താങ്ങും തണലുമായി നിന്ന് ശത്രുക്കളുടെ എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളെയും പ്രതിരോധത്തിന്റെ മുനയിലൂടെ തകർത്ത് ഈ പ്രസ്ഥാനത്തെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിച്ചതിൽ മഹാനായ സയ്യിദ് അവറുകളുടെ പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. സുന്നി കുടുംബത്തിന് മൊത്തത്തിൽ ഒരു തീരാനഷ്ടമായി അവിടുത്തെ വിയോഗം അവശേഷിക്കുമ്പോൾ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു സ്വകാര്യ ദുഃഖം കൂടിയാണ്. KMICയുടെ ചെയർമാനായി വളരെക്കാലം നമുക്ക് നേതൃത്വം നൽകിയ മഹാനായ സയ്യിദ് അവറുകൾ ഏത് സന്ദർഭങ്ങളിലും എന്ത് ആവശ്യത്തിനും KMICയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ വളരെ സന്തോഷത്തോടെയും അതിലേറെ ആത്മധൈര്യത്തോടെയും നമുക്ക് നേതൃത്വം നൽകിയ മഹാനായിരുന്നു സയ്യിദ് അവറുകൾ. KMICയുടെ ദൈനംദിന വിഷയങ്ങളിൽ പോലും ഇടപെടുന്നതിന് വലിയ സന്തോഷവും താൽപര്യവും പ്രകടിപ്പിച്ചിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രവർത്തകർ പല കാരണങ്ങളാലും മഹാനവറുകളുടെ തിരക്ക് മാനിച്ചുകൊണ്ട് കൂടുതൽ ബന്ധപ്പെടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും അവിടുത്തെയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും അവിടുന്ന് ഈർഷ്യതയോടെ തന്നെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് അവിടുന്ന് ചോദിക്കാറുണ്ടായിരുന്നു. KMICയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കഴിഞ്ഞകാല പ്രയാണത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ മഹാവ്യക്തിത്വമായിരുന്നു സയ്യിദ് അവറുകൾ. അവിടുത്തെ നേതൃത്വവും അവിടുത്തെ പിന്തുണയും നമ്മുടെ KMICക്ക് ഇത്രയും ഉയരങ്ങളിലെത്താൻ സഹായിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ വിയോഗം സുന്നി പ്രസ്ഥാനത്തിന് ഒരു നഷ്ടമായതുപോലെ തന്നെ KMICക്കും വലിയൊരു നഷ്ടമായി അവശേഷിക്കുന്നു. അള്ളാഹു പകരം നമുക്കൊരു വലിയ നേതൃത്വത്തെ നൽകി നമ്മുടെ ഈ കൂട്ടായ്മക്ക് നല്ല രീതിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി മുന്നോട്ട് പോകാനുള്ള വഴി അള്ളാഹു ഒരുക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അവരോടൊപ്പം നമ്മെയും അള്ളാഹു നാളെ അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2014 സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ കഴുകൽ ചടങ്ങിൽ പങ്കെടുത്തത് ജീവിതത്തിലെ മഹാഭാഗ്യമെന്നായിരുന്നു സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങളുടെ പ്രതികരണം. എന്റെ അനുഭവത്തിൽ കഅബ ഷരീഫിലേക്ക് ഉള്ളിലേക്കുള്ള പ്രവേശനം, അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ആളുകൾക്കുള്ള അവസരത്തിൽ ഞാനും പ്രവേശനത്തിന് അവസരം എനിക്കും ലഭിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഗതാർഹമായ നിലക്ക് തന്നെയാണ് എന്റെ പ്രവേശനം ഉണ്ടായിട്ടത്. നിരവധി പ്രാർത്ഥനകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്റെ ഒരു സമയവും ഒരു സെക്കൻഡും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. സുന്നി പ്രാസ്ഥാനിക നേതൃരംഗത്തെ അതുല്യ പ്രതിഭയായ വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ബുഖാരിയുടെ നിര്യാണത്തിൽ പ്രവാസലോകവും തേങ്ങി. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് നാട്ടിൽ അദ്ദേഹം വിട പറഞ്ഞ സന്ദേശം ഗൾഫ് രാജ്യങ്ങളിലും പ്രചരിച്ചത്. സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ അണിനിരക്കുകയും നേതാക്കൾക്കും പ്രവർത്തകർക്കും താങ്ങും തണലുമായി നിലകൊള്ളുകയും ചെയ്തിരുന്നു അദ്ദേഹം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച 2ാം കേരളയാത്രയുടെ ആദ്യാവസാനം സംബന്ധിക്കുകയും സ്വീകരണങ്ങളിൽ ആവേശോജ്വലമായ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിരുന്നു. മർക്കസ് നോളജ് സിറ്റിയുടെ ഓരോ ഘട്ടത്തിലും ഊർജ്ജവും ആത്മധൈര്യവും പകർന്ന ആത്മീയ നേതാവായിരുന്നു സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങളെന്ന് മർക്കസ് നോളജ് സിറ്റി CEO ഡോക്ടർ അബ്ദുസലാം, COO EB അബ്ദുറഹ്മാൻ, ജനറൽ മാനേജർ MK ഷൌക്കത്ത് അലി എന്നിവർ അനുസ്മരിച്ചു. നോളജ് സിറ്റിയിൽ ആദ്യം യാഥാർത്ഥ്യമായ യുനാനി മെഡിക്കൽ കോളേജിന് ശിലയിട്ടത് തങ്ങളാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള കരുത്തായിരുന്നു ആ സൌമ്യ സാന്നിധ്യം. ആവേശവും ആശ്വാസവുമായിരുന്നു തങ്ങളുടെ വാക്കുകൾ.
അധികമൊന്നും പറഞ്ഞില്ല. പറഞ്ഞതെല്ലാം അപ്പടി പുലർന്നു. കേരള മുസ്ലിം ജമാഅത്തിന്റെയും മർക്കസിന്റെയും ഉന്നത നേതാവും സുന്നി പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ അമരക്കാരനുമായിരുന്ന സയ്യിദ് യൂസുഫ് അൽ ജീലാനിയുടെ ആകസ്മിക വിയോഗത്തിൽ ICF-RC ഗൾഫ് ഘടകങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോചനം നടത്തിയും അങ്ങനെ കൂടെ നിന്ന മഹാനുഭാവന് പകരം നൽകാൻ ദ്വാകളില്ലാതെ മറ്റൊന്നും നമുക്കില്ല. അർഹമുറാസിമാറബ് അവരുടെ അതിന് ഉയർത്തിക്കൊടുക്കുന്ന അല്ല. അവർ ഞങ്ങൾ ഈ ജനത്തിനായി ഒരുമിച്ച് കൂട്ടുകയല്ല. അവർ ഇത് മക്കൾ, ഒരു മക്കൾ, വേറെ മക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, സ്ഥാപന ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഈ ക്ഷമയും സമാധാനം നൽകണമല്ല. അവർ ഞങ്ങൾ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയല്ല. റഹ്മത്തുക 6 വർഷത്തിലധികമായി KMIC-യുടെ ചെയർമാൻ പദവിയിലിരുന്ന സയ്യിദ് വൈലത്തൂർ KMIC-യുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു. തങ്ങൾക്ക് പ്രിയപ്പെട്ട സംരംഭമായിരുന്നു KMIC. തങ്ങളുടെ ഭാഷയിൽ മലബാർ സുന്നി ഓൺലൈൻ. വിശുദ്ധ മക്കയിൽ നിന്നുള്ള തങ്ങളുടെ വാക്കുകൾ കേൾക്കാം. സുന്നി മലബാർ ഓൺലൈൻ അതിന്റെ പ്രവർത്തനം ലോകവ്യാപകമായതോടുകൂടെ മക്കയിലും മദീനയിലും വാർത്ത സ്വീകരിക്കാൻ ഓരോന്നിന്റെയും തക്ക സമയത്ത് മലബാർ സുന്നി ഓൺലൈൻ പ്രവർത്തകർ എത്തുന്നതാണ് മറ്റൊരത്ഭുതം. ജീവൻ ഹനിക്കപ്പെടാവുന്ന രൂപത്തിൽ നടക്കുന്ന പട്ടാളത്തിന്റെയും പോലീസിന്റെയും ജനങ്ങളുടെയും കടുത്ത തിക്കിൽ വരെ അവർ വാർത്തകൾ സ്വീകരിക്കാൻ, അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ മലബാർ സുന്നി ഓൺലൈനോട് കിടപിടിക്കുന്ന മറ്റൊരു ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മാധ്യമം എനിക്ക് ഓർമ്മയിലില്ല. KMIC കൺവീനർ നാസിറുദ്ദീൻ അൻവരിയുടെ അനുശോചന സന്ദേശം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാദിച്ചിരുന്നു. ആത്മീയ ചികിത്സയടക്കം വിശ്വാസികളുടെ നിരവധി പ്രശ്നങ്ങളിൽ അത്താണിയായിരുന്നു തങ്ങൾ. വൈലത്തൂർ സയ്യിദ് യൂസുഫ് ബുഖാരി തങ്ങളുടെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ മേഖലയിൽ ഒരിക്കൽ നികത്താനാവാത്ത വിടവാണ് സയ്യിദ് യൂസുഫ് അൽ ജീലാനി മഹാനവറുകളുടെ യോഗം. യഥാർത്ഥ നേതൃത്വം അനുയായികളുടെ വേദനകളും വ്യാധികളും മറിഞ്ഞ് പ്രതിസന്ധിയിലും കട്ടപ്പാടുകളിലും ആഭ്യന്തരം അവർക്ക് കൂടെ നിന്ന് ഊർജവും ആവേശവും നൽകി അവരെ ഉന്നതിയിലും പുരോഗതിയിലും എത്തിക്കുക എന്നത് പ്രിയപ്പെട്ട ആദരണീയ തങ്ങപ്പാപ്പയുടെ പ്രത്യേകതയാണ്. മതിൽ എൻകോമിയത്തിന്റെ സമയത്ത് ശക്തമായ മഴ ചാരത്തിൽ അടിച്ച് മഴ ഉയർന്ന രംഗത്ത് മഹാനവരോട് വിഷയം പറഞ്ഞപ്പോൾ മഴ വേണ്ട. അങ്ങനെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മഹാനവറുകൾ ഒരു താങ്ങും തങ്കമായിരുന്നു. മഹാനവറുകൾ എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും നേരത്തെ എത്തുകയും ആ പരിപാടി വിജയിപ്പിക്കുന്നതുവരെ കൂടെ നിൽക്കുകയും അതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് മഹാനവരുടെ പ്രത്യേകതയാണ്. മലപ്പുറം സ്വലാത്തിനകളിൽ നടക്കുന്ന 27ാം വാർഷിക മഹാസമ്മേളനത്തിന് നേതൃത്വം നൽകാൻ സദാസമയത്തും മഹാനവറുകൾ എത്തുക മാത്രമല്ല, ഓരോ വേദികൾക്കും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് വിഷയങ്ങൾ ഒന്നൊന്നായി വിളിച്ചു വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അത് കഴിഞ്ഞു. അവനായ സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങളവറുകൾ നമ്മോട് വിട പറഞ്ഞു. സുന്നി കൈരളിയുടെ മതസാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന, പ്രത്യേകിച്ച് ആത്മീയ സദസ്സുകളിൽ നിറസാന്നിധ്യമായിരുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ സയ്യിദ് അവറുകൾ. മഹാനവറുകളുടെ വിയോഗം സുന്നി പ്രസ്ഥാനത്തിന് ഒരു തീരാനഷ്ടമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. നമ്മുടെ പ്രസ്ഥാനം നിർണായകമായ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴൊക്കെ മഹാന്മാരായ പണ്ഡിത നേതൃത്വത്തിന് ധീരമായ നേതൃത്വം നൽകി അവർക്ക് താങ്ങും തണലുമായി നിന്ന് ശത്രുക്കളുടെ എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളെയും പ്രതിരോധത്തിന്റെ മുനയിലൂടെ തകർത്ത് ഈ പ്രസ്ഥാനത്തെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിച്ചതിൽ മഹാനായ സയ്യിദ് അവറുകളുടെ പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല.
സുന്നി കുടുംബത്തിന് മൊത്തത്തിൽ ഒരു തീരാനഷ്ടമായി അവിടുത്തെ വിയോഗം അവശേഷിക്കുമ്പോൾ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു സ്വകാര്യ ദുഃഖം കൂടിയാണ്. KMICയുടെ ചെയർമാനായി വളരെക്കാലം നമുക്ക് നേതൃത്വം നൽകിയ മഹാനായ സയ്യിദ് അവർകൾ ഏത് സന്ദർഭങ്ങളിലും എന്ത് ആവശ്യത്തിനും KMICയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ വളരെ സന്തോഷത്തോടെയും അതിലേറെ ആത്മധൈര്യത്തോടെയും നമുക്ക് നേതൃത്വം നൽകിയ മഹാനായിരുന്നു സയ്യിദ് അവർകൾ. KMICയുടെ ദൈനംദിന വിഷയങ്ങളിൽ പോലും ഇടപെടുന്നതിന് വലിയ സന്തോഷവും താല്പര്യവും പ്രകടിപ്പിച്ചിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രവർത്തകർ പല കാരണങ്ങളാലും മഹാനവറുകളുടെ തിരക്ക് മാനിച്ചുകൊണ്ട് കൂടുതൽ ബന്ധപ്പെടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും അവിടുത്തെയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും അവിടുന്ന് ഈർഷ്യതയോടെ തന്നെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് അവിടുന്ന് ചോദിക്കാറുണ്ടായിരുന്നു. KMICയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കഴിഞ്ഞകാല പ്രയാണത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ മഹാവ്യക്തിത്വമായിരുന്നു സയ്യിദ് അവർകൾ. അവിടുത്തെ നേതൃത്വവും അവിടുത്തെ പിന്തുണയും നമ്മുടെ KMICക്ക് ഇത്രയും ഉയരങ്ങളിലെത്താൻ സഹായിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ വിയോഗം സുന്നി പ്രസ്ഥാനത്തിന് ഒരു നഷ്ടമായതുപോലെ തന്നെ KMICക്കും വലിയൊരു നഷ്ടമായി അവശേഷിക്കുന്നു. അള്ളാഹു പകരം നമുക്കൊരു വലിയ നേതൃത്വത്തെ നൽകി നമ്മുടെ ഈ കൂട്ടായ്മക്ക് നല്ല രീതിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി മുന്നോട്ട് പോകാനുള്ള വഴി അള്ളാഹു ഒരുക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അവരോടൊപ്പം നമ്മെയും അള്ളാഹു നാളെ അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2014 സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ കഅബ കഴുകൽ ചടങ്ങിൽ പങ്കെടുത്തത് ജീവിതത്തിലെ മഹാഭാഗ്യമെന്നായിരുന്നു സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങളുടെ പ്രതികരണം. എന്റെ അനുഭവത്തിൽ കഅബ ഷരീഫിലേക്ക് ഉള്ളിലേക്കുള്ള പ്രവേശനം അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ആളുകൾക്കുള്ള അവസരത്തിൽ ഞാനും പ്രവേശനത്തിന് അവസരം എനിക്കും ലഭിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഗതാർഹമായ നിലക്ക് തന്നെയാണ് എന്റെ പ്രവേശനം ഉണ്ടായിട്ടുള്ളത്. നിരവധി പ്രാർത്ഥനകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്റെ ഒരു സമയവും ഒരു സെക്കൻഡും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. സുന്നി പ്രാസ്ഥാനിക നേതൃരംഗത്തെ അതുല്യ പ്രതിഭയായ വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ബുഖാരിയുടെ നിര്യാണത്തിൽ പ്രവാസലോകവും തേങ്ങി. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് നാട്ടിൽ അദ്ദേഹം വിട പറഞ്ഞ സന്ദേശം ഗൾഫ് രാജ്യങ്ങളിലും പ്രചരിച്ചത്. സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ അണിനിരക്കുകയും നേതാക്കൾക്കും പ്രവർത്തകർക്കും താങ്ങും തണലുമായി നിലകൊള്ളുകയും ചെയ്തിരുന്നു അദ്ദേഹം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച 2ാം കേരള യാത്രയുടെ ആദ്യാവസാനം. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്താവിശേഷങ്ങളിലൂടെ സുന്നി ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ യാത്രയായി. തങ്ങളുടെ ആകസ്മിക വിയോഗം ഞെട്ടലോടെയാണ് സുന്നി ലോകം കാതോർത്തത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ വിടവാങ്ങിയത്. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC ചെയർമാനും കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും കാരന്തൂർ മർക്കസ് വൈസ് പ്രസിഡന്റും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ സുന്നി കേരളത്തിന്റെ ആത്മീയ ശോഭയായിരുന്നു. ആയിരങ്ങൾക്ക് ആശ്വാസമേകി കൊടുവള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ചികിത്സാമുറകൾക്ക് ശേഷം കരുവമ്പൊയിലിൽ ഹൂബ്-റസൂൽ പരിപാടിയിൽ അരമണിക്കൂറോളം സമസ്തയുടെയും മടവൂർ CM വലുല്ലാഹിയുമായുള്ള അനുഭവങ്ങളും പങ്കുവച്ച് നടത്തിയ പ്രഭാഷണം തങ്ങളുടെ വിടവാങ്ങൽ പ്രഭാഷണമായിരുന്നു. ശേഷം വീട്ടിലേക്ക് മടങ്ങിയ തങ്ങളുടെ വിയോഗവാർത്തയാണ് ഏവരെയും തേടിയെത്തിയത്. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സുപ്രീം കൌൺസിൽ അംഗം, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് തുടങ്ങി നിരവധി പദവികൾ വഹിച്ചുവരുന്ന തങ്ങളെ കഴിഞ്ഞ ദിവസം മർക്കസ് 40ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനായും തിരഞ്ഞെടുത്തിരുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായ തങ്ങളുപ്പാപ്പയുടെ വിയോഗവാർത്തയറിഞ്ഞ് ആയിരങ്ങളാണ് വൈലത്തൂരിലെ വസതിയിലേക്ക് ഒഴുകിയെത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ആരംഭിച്ച ജനാസ നിസ്കാരം സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ നിരവധി തവണകളിലായി നടന്നു. ആദ്യ ജനാസ നിസ്കാരത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെ പരമ്പരയിൽ കവരത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി വര്യനും ഷേഖുമായ സയ്യിദ് ഖാസിം വലുല്ലാഹിയുടെ 5ാമത്തെ പേരമകനാണ് തങ്ങൾ. ബുഖാറയിൽ നിന്ന് കേരളത്തിലെത്തിയ പ്രവാചക കുടുംബ പരമ്പരയിലെ പ്രമുഖ സയ്യിദുമാരാണ് ബുഖാരി സാദാത്തുകൾ. ഈ ശ്രേണിയിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്നു വൈലത്തൂർ തങ്ങൾ. 2014 വിശുദ്ധ കഅബാലയം കഴുകുന്ന ചടങ്ങിൽ ലോക നേതാക്കൾക്കൊപ്പം തങ്ങൾ സംബന്ധിച്ചു.